കറ്റാർ വാഴ ജെൽ സിമ്പിളായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. അതിനായി ഒരു ഉരുളക്കിഴങ്ങും കറ്റാർ വാഴ ലീഫും എടുത്തിട്ടുണ്ട്. കറ്റാർ വാഴയുടെ ലീഫ് മുറിച്ചെടുത്ത് കുറച്ച് നേരം കുത്തനെ അതിൻ്റെ മഞ്ഞ കറ പോകുന്നത് വരെ ചാരി വെച്ച് എടുക്കുക. അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിൻ്റെ ഉള്ളിലെ പൾപ്പ് നമ്മൾ സ്പൂണ് കൊണ്ട് ചുരണ്ടിയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത് അരിച്ചെടുത്ത് വെക്കുക. ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്കിട്ട് അതും അരച്ചെടുത്ത് വെള്ളം ഊറാൻ വെക്കണം. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കയറി കണ്ടു നോക്കണേ. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളം ഊറാൻ വെച്ചു. അത് അരിച്ചെടുത്ത് 2-3 പ്രാവശ്യം ഇതുപോലെ വെള്ളം ഒഴിച്ചത് ഊറ്റിയെടുക്കണം. അതിൻ്റെ സ്റ്റാർച്ച് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് ചൂടാകുമ്പോൾ അതിൻ്റെ മേലെ നമ്മൾ കറ്റാർ വാഴ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നു. അത് നന്നായി ചൂടായി വരുമ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് കൂടി അതിലേക്ക് ഒഴിച്ച് കുറേശ്ശെയായി ഒഴിച്ച് ജെൽ ഫോം ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. കട്ടിയാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ വളരെ നാച്ചുറലായി കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കെമിക്കലുകളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. 1 മാസം വരെ കേടാകാതെ ഇരിക്കും. ലോങ് വീഡിയോ കാണണേ, എന്നിട്ട് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയൂ. താങ്ക് യു.